ബിഗ് ബോസ് മലയാളം സീസൺ 6 ജെന്യുവിനായിട്ട് നിന്നിട്ടുള്ളൊരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അർജുൻ ശ്യാം ഗോപൻ. മികച്ചൊരു പേഴ്സണാലിറ്റി തന്നെയാണ് അർജുൻ്റേത് എന്ന് വേണം പറയാനായിട്ട്. ഡേ 1 മുതൽ ഇന്ന് വരെ ഒരേ രീതിയിൽ തന്നെ നിന്നിട്ടുള്ളൊരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അർജുൻ വെറും വാഴയാണ്. വിന്നർ ആകാൻ ഒരു ക്വാളിറ്റിയും ഇല്ല. ഇപ്പൊ 2 പെർഫോമൻസ് ചെയ്തതിനെ വെച്ചിട്ടാണോ അർജുനെ വിന്നർ ആക്കണേന്നാണ് കുറച്ച് കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസ് പറയുന്നത്. ഈ ഫാൻസിന് അവരുടെ കണ്ടസ്റ്റൻസിനെ നല്ലത് പറഞ്ഞ് സപ്പോർട്ട് ചെയ്താൽ പോരാ, മറിച്ച് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ തരം താഴ്ത്തിയാൽ മാത്രമാണ് ഇവരുടെ കണ്ടസ്റ്റൻസിന് ഇവർക്ക് പൊക്കാൻ പറ്റുള്ളൂ. എന്തൊരു കളിയാണ്! മറ്റുള്ള കണ്ടസ്റ്റൻസിന് ഇല്ലാത്ത കാര്യം വരെ ഉണ്ടാക്കി പറഞ്ഞ് ഇമേജ് തറക്കാനാണ് ഒരു കൂട്ടം ഫാൻസുകാർ നോക്കുന്നത്. അങ്ങനെ ഒരു വൃത്തികെട്ട ഗെയിമാണ് ചില ഫാൻസുകാർ കളിക്കുന്നത്. എന്തായാലും 2 പെർഫോമൻസ് കൊണ്ട് മാത്രമല്ല അർജുൻ ഡേ 1 മുതൽ ഇന്ന് വരെ അവിടെ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് അർജുന്റെ ഒരു ജേർണി എങ്ങനെയായിരുന്നു ബിഗ് ബോസിൽ എന്ന് നോക്കാം. ആദ്യം തന്നെ അർജുനാണ് ബിഗ് ബോസ് വീട്ടിന്റെ ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ആ ഒരു ടാസ്കിൽ തന്നെ അർജുന്റെ ഒരു ഫെയർ പ്ലേ ആയിരുന്നു പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്തിയത്. മറ്റുള്ളവർ ഗ്രൂപ്പ് കൂടി കളിക്കാൻ നോക്കിയപ്പോൾ താൻ ഇങ്ങനെയാണ് കളിക്കുന്നുള്ളൂ, സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് നിൽക്കാം എന്ന് തീരുമാനിക്കുകയും ആ രീതിയിൽ തന്നെ ഒരു ഫെയർ ഗെയിം അവിടെ കളിക്കുകയും ചെയ്തു. അങ്ങനെ ശ്രീരേഖയുടെ സപ്പോർട്ടും കൂടിയാണ് അർജുൻ അവിടെ ക്യാപ്റ്റൻസി കിട്ടുന്നത്. അങ്ങനെ ക്യാപ്റ്റനായ അർജുൻ തന്നെയായിരുന്നു ആ ആഴ്ച പവർ ടീമിനെയൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ആദ്യമുണ്ടായ പ്രശ്നം രതീഷിന്റെ തന്നെ പ്രശ്നങ്ങളായിരുന്നു. രതീഷും ജാൻമുണിയും രതീഷും സുരേഷുമായിട്ടുള്ള പ്രശ്നത്തില് രതീഷിന്റെ ഡബിൾ സ്റ്റാൻഡ് അവിടെ കാണിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ രതീഷിനെ അവിടെ പിടിച്ചിരുത്താനും അന്ന് അർജുന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അർജുൻ അന്ന് ശക്തമായി തന്നെ രതീഷിനെ എതിർക്കുകയും കൃത്യമായ നിലപാട് പറയുകയും ചെയ്തിരുന്നു. മറ്റു കണ്ടസ്റ്റൻസ് അർജുനെ അന്ന് സപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായി. അതിനുശേഷം നടന്ന ഒരു ബോൾ ടാസ്കിൽ ഗബ്രി പ്രശ്നമുണ്ടാക്കുകയും അതിനെതിരെയും അർജുൻ പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു. ജാസ്മിനുമായിട്ട് അർജുൻ വഴക്കിട്ടിട്ടുണ്ടായിരുന്നു. ജാസ്മിനോടും ഗബ്രിയോടും തന്റെ കൃത്യമായ നിലപാട് അവിടെയും അർജുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് അർജുന്റെ ജീവിതകഥ അർജുൻ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്. അതിലൂടെ ഒരുപാട് പ്രേക്ഷകർ അർജുനെ അടുത്തറിഞ്ഞു എന്ന് വേണം പറയാൻ. ഹിരായാമ എന്ന് പറയുന്ന ഡിസീസ് പുള്ളിക്കുണ്ടെന്നും മസിൽ വീക്ക്നെസ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അതുകൊണ്ടാണ് ബോൾ എറിഞ്ഞപ്പോൾ അങ്ങനെ പോയതെന്നൊക്കെ പുള്ളി പറയുകയുണ്ടായി. മറ്റുള്ളവർ അന്ന് കളിയാക്കിയിട്ടുണ്ടായിരുന്നു പുള്ളിനെ എറിഞ്ഞ സമയത്ത്. അങ്ങനെ ജീവിതത്തിൽ ഉണ്ടായ സ്ട്രഗിൾസും കാര്യങ്ങളും ഒക്കെ പുള്ളി പറയുകയും അന്ന് പ്രേക്ഷകർ അർജുൻ അടുത്തറിയുകയും ചെയ്തു. പിന്നെ പവർ ടീമിലുണ്ടായിരുന്ന അർജുന്റെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ജിൻഡോയും അർജുനും റസ്മിനും ഉണ്ടായിരുന്ന പവർ ടീമില് ജിൻഡോയുടെ ഡബിൾ സ്റ്റാൻഡും അർജുൻ അവിടെ പൊളിച്ചടുക്കിയിട്ടുണ്ടായിരുന്നു. ജാൻമുണിയുമായിട്ടുള്ള ചായ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവരുടെ തലയിലേക്ക് ഫുള്ള് കെട്ടിയിട്ട് ജിൻഡോ അവിടെ നിന്ന് ഊരാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായി അവിടെ പൊളിച്ചെടുക്കാൻ അന്ന് അർജുന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് അർജുനും ജിൻഡോയും ജാൻമുണിയും ഒക്കെ അന്ന് വഴക്കുണ്ടാവുകയും ചെയ്തു. പക്ഷെ അർജുൻ തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. പിന്നീട് പവർ ടീമിൽ അർജുൻ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഋഷിയും സിബിനുമായിട്ടൊരു പ്രശ്നം നടക്കുകയും അതിന്റെ ഇടയിൽ ജിൻഡോ പ്രശ്നം ഉണ്ടാക്കുകയും ആ സമയത്തും അർജുന്റെ കൃത്യമായ നിലപാട് പറയുകയും ജിൻഡോനെ എതിർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാലേട്ടനോട് പോലും ജാൻമുണിക്കെതിരെ കൃത്യമായ നിലപാട് പറഞ്ഞ ആളാണ് അർജുൻ. ജാൻമുണി അവിടെ ആക്ട് ചെയ്ത് അന്ന് ബോധം കെട്ട് വീണത് കൃത്യമായി ലാലേട്ടന്റെ മുന്നിലാന്ന് അർജുൻ പറഞ്ഞിരുന്നു. ജാൻമുണിയെ എല്ലാവരും അവിടെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു കൂടുതലും ചെയ്തിട്ടുണ്ടായിരുന്നത്. ജാൻമുണിയെ പറയാൻ അവിടെ എല്ലാവർക്കും പേടിയായിരുന്നു. ജാൻമുണിയുടെ കള്ളത്തരം അവിടെ അർജുൻ പൊളിച്ചെടുക്കുകയും ജാൻമുണിക്ക് അതുകൊണ്ട് തന്നെ അർജുനോട് വൈരാഗ്യവുമായിരുന്നു. പിന്നീട് അർജുനെ നെഗറ്റീവ് ആക്കുക എന്നുള്ളൊരു സംഭവമായിരുന്നു ജാൻമുണി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അർജുൻ അതിലൊന്നും വീണില്ല എന്ന് വേണം പറയാൻ. പിന്നീട് താൻ തെറ്റ് ചെയ്യാതെ ജയിലിലേക്ക് പോകേണ്ടി വന്നപ്പോൾ പവർ ടീമിനെതിരെ പ്രതിഷേധമായിട്ട് തെറ്റ് ചെയ്തിട്ട് തന്നെയാണ് അർജുൻ ജയിലിലേക്ക് പോവുകയുണ്ടായത്. പിന്നീട് കൂടം വെച്ച് നിൽക്കുന്ന ടാസ്കില് തന്റെ കൈക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട് കൂടി മാക്സിമം എഫോർട്ട് കൊടുത്ത് കൃത്യമായി അത് ചെയ്തുകൊണ്ടിരുന്ന അർജുനെ ഇഷ്ടമല്ലാതിരുന്ന സിബിൻ മനഃപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു തെറ്റാണെന്ന് പറഞ്ഞ്. ആ സമയത്ത് ഒരുപാട് വിഷമവും അതുപോലെ തന്നെ ദേഷ്യം കടിച്ചു പിടിച്ച് നിൽക്കുന്ന അർജുനെയും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അർജുന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യുകയായിരുന്നു. നമുക്ക് സങ്കടം തോന്നുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അന്നത്. പിന്നീടുള്ള ഓരോ ടാസ്കിലും അർജുന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ജാൻമുണി ആയിട്ട് അർജുൻ അഴിഞ്ഞാടുകയായിരുന്നു. ആ പെർഫോമൻസ് അർജുന് വലിയൊരു ഹൈപ്പ് തന്നെയാണ് നൽകിയത്. ഏറ്റവും കൂടുതൽ ബിഗ് ബോസിലെ പ്രേക്ഷകരെ ചിരിപ്പിച്ച ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അർജുൻ. പൂവാലനായിട്ട് ടാസ്കിൽ ആക്ട് ചെയ്തതും ഒക്കെ ലാലേട്ടന് പോലും ചിരി ഉണ്ടാക്കിയിരുന്നു. പിന്നീട് പവർ ടീമിലേക്ക് വേണ്ടിയുള്ള പല ടാസ്കുകളിലും അർജുൻ അടിപൊളി പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. കർക്കും ഗാന ടാസ്കിലും പവർ ടവർ ടാസ്കിലും ബൊമ്മ ടാസ്കിലും ബോൾ ടാസ്കിലും വാരിയർ ടാസ്കിലും ഒക്കെ അർജുൻ അടിപൊളി പ്രകടനം തന്നെ കാഴ്ചവെച്ചു. പിന്നെ കൂടാതെ ഫണ്ണായിട്ട് നടന്ന ബലൂൺ ടാസ്കിലും കൊക്കരക്കോ ടാസ്കിലും ഒക്കെ ജയിച്ചത് അർജുൻ തന്നെയായിരുന്നു. സ്പോൺസർ ടാസ്കുകളിലാണെങ്കിൽ പോലും എന്റർടൈൻമെന്റോട് കൂടി തന്നെ നല്ല രീതിയിലായിരുന്നു അർജുൻ പെർഫോം ചെയ്തിരുന്നത്. അർജുൻ ഉള്ള ടീമിനാണ് 4 പ്രാവശ്യം ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഏതൊരു ടീമാണെങ്കിലും ആ ടീമിനെ വളരെയധികം പോസിറ്റീവായി നിർത്തുകയും എന്റർടൈൻമെന്റ് ആയി കൊണ്ടുപോവുകയും ചെയ്യാൻ അർജുന് കഴിവുണ്ടായിരുന്നു. ഏതൊരു ടീമിലാണെങ്കിലും നല്ല ടീം സ്പിരിറ്റോട് കൂടി തന്നെ അർജുൻ ഗെയിം കളിക്കുമായിരുന്നു. അർജുനുള്ള ടീം മിക്കവർക്കും തന്നെ ഇഷ്ടമായിരുന്നു. ജാസ്മിനും റസ്മിനും അപ്സരയും ഒക്കെ അത് പറഞ്ഞിട്ടുമുണ്ട്. പിന്നീട് റാങ്കിങ് ടാസ്കിലേക്ക് വരുമ്പോൾ 3ാം പൊസിഷന് വേണ്ടി നിൽക്കുകയും ആ പൊസിഷൻ നേടിയെടുക്കുകയും ചെയ്തു. മറ്റുള്ളവരെ കൃത്യമായിട്ടുള്ള പോയിന്റ് വെച്ച് എതിർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൊടുക്കേണ്ടവർക്ക് കൃത്യമായ മറുപടികൾ
ടാസ്കുകളും അവിടെ കൊടുത്തു. ഒരുപാട് ഒച്ചയുണ്ടാക്കി അലമ്പാക്കണതിന് പകരം കറക്റ്റ് ഒരു പോയിന്റ് ആണ് അവിടെ അർജുൻ ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നത്. കൃത്യമായി റസ്മിനെ അവിടെ യെല്ലോ കാർഡിന്റെ പേരിൽ ചോദ്യം ചെയ്തിട്ട് അവിടെ എതിർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നന്ദനെയും എതിർത്തിട്ടുണ്ടായിരുന്നു പണപ്പെട്ടി പറഞ്ഞുകൊണ്ട്. ജാസ്മിനെയും അവിടെ പൊളിച്ചടക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള ടിക്കറ്റ് ടു ഫിനാലെ ബോണസ് ടാസ്കുകളിൽ എല്ലാം തന്നെ അർജുൻ നല്ല അടിപൊളി പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. അവരുടെ ടീമായിരുന്നു അങ്ങനെ ഫസ്റ്റുമായിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പേപ്പർ ടാസ്ക് തന്നെയായിരുന്നു. പേപ്പറെല്ലാം കാറ്റിലൂതി പറപ്പിച്ച് ഗംഭീര പ്രകടനം അന്ന് അർജുൻ കാഴ്ചവെക്കുകയുമുണ്ടായി. ബോണസ് കിട്ടാൻ വേണ്ടി ലാലേട്ടൻ കൊടുത്ത ടാസ്കിലും രണ്ടാമത് അർജുൻ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ടിക്കറ്റ് ടു ഫിനാലയിലെ ബോൾ ഇടുന്ന ടാസ്കിലും അതുപോലെ തന്നെ ചവിട്ട് നാടകം ടാസ്കിലും കൈത്താങ് ടാസ്കിലും ഒക്കെ തന്നെ മെന്റലി ഫിസിക്കലി പുള്ളി സ്ട്രോങ് ആണെന്ന് തെളിയിക്കുകയായിരുന്നു. പിന്നീട് ചോർച്ച സിദ്ധാന്തം എന്ന് പറയുന്ന ടാസ്കില് നന്ദന ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യുകയും അർജുന് ദേഷ്യം വരികയും പിന്നെ അർജുൻ ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം നന്ദനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നറിഞ്ഞ് ക്ഷമ ചോദിക്കുകയും പിന്നീട് അർജുൻ ആ ഗെയിം വേണ്ടാന്ന് വയ്ക്കുകയുമാണ് ചെയ്തത്. എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഡാൻസും കാര്യങ്ങളും എല്ലാം തന്നെ അർജുൻ അറിയില്ലെങ്കിൽ പോലും നന്നായിട്ട് തന്നെ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നടന്ന രാജാവ് ടാസ്കിലും ആണെങ്കിലും പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യാൻ അർജുന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഹോട്ട്സ്റ്റാർ ഫാൻ പോൾ കോൺടെസ്റ്റിൽ വന്ന ടാസ്കായി ഇൻവിസിബിൾ ടാസ്കിലും അതുപോലെ തന്നെ അർജുനും ജാസ്മിനും ഒന്നിച്ചുള്ള ടാസ്കിലും ഒക്കെ അർജുൻ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. ബെസ്റ്റ് എന്റർടൈനർ ഓഫ് ദ സീസൺ എന്ന് പറഞ്ഞാൽ അർജുൻ ശ്യാം ഗോപൻ തന്നെയാണ്. അത് തെളിയിക്കുന്ന പ്രകടനമായിരുന്നു അവസാനം നോറയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ വന്നിരുന്ന മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെക്കാളും ടാസ്കും എല്ലാം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു അർജുൻ. എന്നാലും തന്നെ മാക്സിമം പ്രകടനമായിരുന്നു പുള്ളി എല്ലാത്തിലും കാഴ്ചവെച്ചത്. ഒരിക്കലും സിമ്പതി പറഞ്ഞ പുള്ളി അവിടെ കളിക്കാതിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. മിറർ ടാസ്കിലൂടെ താൻ ഇവിടെയും വരെ എത്തിയല്ലോ എന്നോർത്ത് പൊട്ടിക്കരഞ്ഞ ഒരു അർജുനെയും പ്രേക്ഷകർ കണ്ടു. ഓഡീഷന് വേണ്ടിയുള്ള അർജുൻ ശ്രീതുവായിട്ടുള്ള ആ പെർഫോമൻസും മനോഹരമാക്കി. അർജുനും ശ്രീതുവായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമായി. അർജുനും ശ്രീതുവും ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ കോംബോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എല്ലായ്പ്പോഴും ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ ഗെയിം കളിച്ച ഒരാൾ തന്നെയാണ് അർജുൻ. ജയിൽ നോമിനേഷൻ ആയാലും ക്യാപ്റ്റൻസി നോമിനേഷൻ ആയാലും എവിക്ഷന്റെ നോമിനേഷൻ ആണെങ്കിലും ലാലേട്ടന്റെ ഫ്രണ്ടിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും കൃത്യമായി അർജുൻ സംസാരിക്കുമായിരുന്നു. തന്റെ കൃത്യമായ നിലപാട് എല്ലായിടത്തും അർജുൻ കാണിച്ചിട്ടുണ്ട്. അർജുൻ ശ്രീതു കോംബോ ഉണ്ടെങ്കിൽ പോലും അവർ ഗ്രൂപ്പ് ചേർന്ന് കളിക്കുന്നത് ഇന്ന് വരെ കണ്ടിട്ടില്ല. ബിഗ് ബോസ് മലയാളം സീസൺ 6 ജെന്യുവൻ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അർജുൻ. നല്ലൊരു പേഴ്സണാലിറ്റി തന്നെയാണെന്ന് പറയാം. ഈ സീസണിൽ പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യുന്നതിൽ മികച്ച ഒരു പങ്ക് അർജുൻ വഹിച്ചിട്ടുണ്ട്. ജാസ്മിൻ ഗബ്രി വിഷയമായിരുന്നു മെയിൻ ആയിട്ട് ആ ഹൗസിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള വള്ളി പ്രശ്നത്തിൽ അർജുൻ ഇടപെട്ടിട്ടില്ല. അങ്ങനെയുള്ള പൊട്ടിത്തെറികളിൽ അർജുനെ കാണാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ കുറെ പേര് വാഴയാണെന്ന് പറയുന്നു. എന്തായാലും വാഴയാണെന്ന് പറയുന്നവർ പറയട്ടെ. ഇതൊരു സർവൈവൽ ഗെയിമാണ്. അവിടെ എങ്ങനെയും സർവൈവ് ചെയ്യുക എന്നത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ദേഷ്യപ്പെടും തെറി പറയണവർക്കാണ് വിന്നർ ആവാമോളൊന്നില്ല. കൂടുതൽ അഗ്രസീവായ ആളുകളാണ് എപ്പോഴും വിന്നർ ആകുന്നത്. ഈ പ്രാവശ്യം നല്ലൊരു പേഴ്സണാലിറ്റി വിന്നർ ആവട്ടെ. എന്താണ് നിങ്ങൾക്ക് അർജുനെ പറ്റിയുള്ള അഭിപ്രായം? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.